ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതെ, കഴിഞ്ഞ 8 മാസങ്ങൾ കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ 9-ാം മാസത്തിൻ്റെ 1-ാം ദിനം നല്ലൊരു പ്രഭാതം കാണാൻ ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. ഈ മാസത്തിൻ്റെ വാഗ്ദത്ത വചനമായി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 31-ാം വചനം. താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി, അത് എത്രയും നല്ലത് എന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം. അത് ഇതിലെ ഒരൊറ്റ വാക്കാണ് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. അത് എത്രയും നല്ലത് എന്ന് കണ്ടു. അതെ, കഴിഞ്ഞ നാളുകളെക്കാളും ഉപരി, കഴിഞ്ഞ മാസങ്ങളെക്കാളും ഉപരി, കഴിഞ്ഞ വർഷങ്ങളെക്കാളും ഉപരി ഈ മാസം നമ്മുടെ ജീവിതത്തിൽ എത്രയും നല്ലതെന്ന് പറയുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഇല്ലാത്തതിനെ കർത്താവ് ഉള്ളവാക്കും. ആമേൻ. ദൈവം ചിലതിനെ വിളിച്ചു വരുത്തും, കർത്താവ് ചിലതിനെ സൃഷ്ടിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഈ 1-ാം അധ്യായം ആരംഭം മുതൽ നാം നോക്കുമ്പോൾ 6 പ്രാവശ്യം കർത്താവ് താൻ ചില പ്രവർത്തികൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ചിലതുണ്ടാകട്ടെ എന്നൊക്കെ കൽപ്പിച്ചത് ഉളവായി വന്ന ശേഷം ദൈവം അതിനെ 6 പ്രാവശ്യം നല്ലതെന്ന് കണ്ടു. എന്നാൽ അതിൻ്റെ അവസാന വാക്യത്തിൽ മനുഷ്യരെയും സൃഷ്ടിച്ച ശേഷം ദൈവം പറയുന്നു, അത് എത്രയും നല്ലതെന്ന് കണ്ടു. അതെ, പുതിയ കാര്യങ്ങൾ, ഇതുവരെ നാം കാണാത്തത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നു. നമുക്ക് പൂർണ്ണമായി വചനം വിശ്വസിക്കാം. ഹല്ലേലൂയ. നല്ലതെന്ന് പറയുവാൻ, നന്മയെന്ന് പറയുവാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും യാതൊന്നും ലഭിച്ചില്ലല്ലോ. ഈ വർഷത്തിൻ്റെ 8 മാസങ്ങൾ കഴിഞ്ഞുപോയി. എടുത്തു പറയുവാൻ തക്കവണ്ണം ആമേൻ, സ്തോത്രം. ഒരു നല്ലത് എന്ന് പറയുവാൻ എൻ്റെ ജീവിതത്തിൽ യാതൊന്നും പ്രാപിപ്പാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഭാരപ്പെടേണ്ട. ഇന്ന് പകൽക്കാല കർത്താവ് നമ്മോട് ഓരോരുത്തരോടും വ്യക്തമായി സംസാരിക്കുന്നു. കർത്താവ് ആമേൻ നമ്മെ നോക്കും. ആമേൻ നമുക്ക് വേണ്ടി ചിലത് സൃഷ്ടിക്കും. ഹല്ലേലൂയ. ആമേൻ നമ്മുടെ ജീവിതത്തിൽ എത്രയും നല്ലതെന്ന് പറയത്തക്ക രീതിയിൽ, വളരെ നല്ലതെന്ന് പറയത്തക്ക രീതിയിൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവം സർവശക്തനാണ്. എത്ര ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു എന്നൊക്കെ നാം വായിക്കുന്നു. എന്നാൽ ആ ഭൂമിയെ ഇത്രയും മനോഹരപൂർണ്ണമാക്കി കർത്താവ് മാറ്റിയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ശൂന്യതകളായിരിക്കാം, ആമേൻ, സ്തോത്രം, ഞെരുക്കങ്ങളായിരിക്കാം, കഷ്ടപ്പാടുകളായിരിക്കാം, രോഗങ്ങളായിരിക്കാം, ദുരിതങ്ങളായിരിക്കാം. ഈ വചനം നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. എന്ത് തന്നെയായിരുന്നാലും ആമേൻ, സ്തോത്രം, ഈ മാസത്തിൻ്റെ ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും എത്രയും നല്ലത്, വളരെ നല്ലതെന്ന് പറയത്തക്ക രീതിയിൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യും. ഈ നാളുകളിൽ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് ഒന്നുകൂടെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പുതിയ മാസത്തിൻ്റെ ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ 1-ാം ദിനം പകൽക്കാലത്തിന് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, കഴിഞ്ഞ 8 മാസങ്ങൾ ഞങ്ങളെ വിട്ട് കടന്നുപോയി. ഓരോ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങൾ അത്ഭുതകരമായി അപ്പാ ജയത്തോടെ വഴി നടത്തിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിലുപരിയായി ഇന്ന് കർത്താവ് ഞങ്ങൾക്ക് നൽകിയ വാഗ്ദത്തം പോലെ അപ്പോൾ വളരെ നന്നായിരുന്നു കർത്താവേ. ഹല്ലേലൂയ. അവൻ എത്രയും നല്ലതെന്ന് പറയത്തക്ക രീതിയിൽ സ്വർഗത്തിലെ ദൈവം അനേക അത്ഭുതങ്ങളെ ഈ ദിവസങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ അവൻ എത്രയും നല്ലത്, വളരെ നല്ലതെന്ന് പറയത്തക്ക രീതിയിൽ അപ്പാ അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസ്ഥകൾക്ക്, സ്തുതികൾക്ക് ഭേദം വരുത്തി മാനിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. സമ്പന്നമായി താഴ്ത്തുന്നു. അങ്ങയുടെ വരവേത് സമയത്ത് എന്നറിയുന്നില്ല, എപ്പോഴും ഒരുക്കമുള്ളവരായി തന്നെ കാണപ്പെടുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് വാഗ്ദത്ത വചനത്താൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ബ്ലെസ്സഡ് ന്യൂ മന്ത്. ആമേൻ.